ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു AL ഫാമിലി വ്ളോഗ്സ്. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വാട്സ് ഇൻ മൈ ബാഗ് എന്നൊരു സെഗ്മെൻറ്റ് പോലെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ബാഗിനെ എന്തൊക്കെയുണ്ടെന്ന് അപ്പോൾ കാണാവേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. സോ ദിസ് ഇസ് മൈ ബാഗ്. ഓക്കെ, ഇതിന് 2 ക്ലച്ചസ് ഉണ്ട് ഇവിടെ. 2 ക്ലച്ചസ്, പിന്നെ ഇവിടെ വലിയ ക്ലച്ചസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. ഞാൻ കൂടുതലും ഈ വലിയ വള്ളിയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. ഇത് എന്താ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിട്ട് മാറ്റി വെക്കാമേ. സോ ദിസ് ഇസ് മൈ ബാഗ്. ഞാനൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേക്കാം. ഓക്കെ, ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു ബാഗാണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ കുഞ്ഞൊക്കെ എനിക്ക് അറിയാലോ, എനിക്ക് ബേബി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് വലിയ ബാഗാണ് പറ്റുന്നത്. കുഞ്ഞു ബാഗ് എനിക്ക് പറ്റില്ല. ഞാൻ നേരത്തെ ബാക്ക് പാക്കാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഇതാണ് ബാക്ക് പാക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് നാളായിട്ട് ഇതാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കമ്പനി ഇത് ഇവിടെ ഞാൻ പൈസ ഇടുന്നതാണ്. ചില പൈസ ഇടാറുണ്ട് കേട്ടോ. കുറച്ച് ചില പൈസ ഇടാറുണ്ട്. ചില പൈസ ഇടാറില്ലേ. പിന്നെ ഇവിടെ കേട്ടോ, ഇവിടെ കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ് കാണാമോ. ഇത് ഇവിടെ ഞാൻ നോട്ടും പൈസ ഒക്കെ അവിടെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ഇത് മെയിനായിട്ടുള്ള വലിയ കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള വഴിയുണ്ട്. ഇങ്ങനെ മെയിനായിട്ട് കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ഇതിനുള്ളിൽ ഇവിടെ കൊച്ചു അറിയില്ല. ഇവിടെ ചില പൈസ ഞാൻ കുഞ്ഞിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട്. ആണോ, ഇവിടെ കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ മൊബൈൽ ഫോണൊക്കെ വെക്കാം. അങ്ങനെ ഇതിൽ ആകെ എന്താ ഇതുണ്ട്, സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ബാഗിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാഗിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടല്ലോ. ഫസ്റ്റ് തന്നെ എനിക്ക് കയ്യിലോട്ട് വന്നത് ഡയപ്പറാണ് കേട്ടോ. 2 ഡയപ്പർ ഉണ്ട്. ഞാൻ എപ്പോഴും ഡയപ്പർ ബാഗിൽ വെക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം കുഞ്ഞ് ബേബീസ് ഉള്ള അമ്മമാരൊക്കെ എപ്പോഴും ഡയപ്പർ കയ്യിൽ വെക്കാറുണ്ട്. ഡയപ്പർ അറിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഡയപ്പറൊക്കെ നാശമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഒന്ന് പാമ്പേഴ്സിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഹഗീസ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാറുള്ളതാണ്. പിന്നെ പാമ്പേഴ്സ് ഞാൻ അതിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് റാൻഡമായിട്ട് പിന്നെ വാങ്ങിച്ച് ഞാൻ ബാഗിൽ സ്റ്റോർ ചെയ്തിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പാമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് കുഞ്ഞിൻ്റെ ഒരു സ്കാർഫാണ് കേട്ടോ. ഇത് ബൈക്കിലൊക്കെ പോകുമ്പോഴും ബസ്സിലൊക്കെ ഞാൻ കൂടുതലും ബൈക്കിലും പിന്നെ ബസ്സിലുമാണ് കൂടുതലും പോകാറുള്ളത്. അപ്പോൾ കുഞ്ഞിന് ശരിക്കും കാറ്റൊന്നും അടിക്കാണ്ടും പിന്നെന്താ ഒരു പ്രൊട്ടക്ഷൻ ആണല്ലോ, വെയിലൊക്കെ അടിക്കാതിരിക്കും. എപ്പോഴും ഞാൻ ഇങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ കെട്ടി കൊടുക്കാറുണ്ട്. സ്റ്റാഫാണ് കേട്ടോ. ഭയങ്കര വാശിയാണ് കേട്ടാറൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും ബാഗിൽ വെച്ചേക്കും. അപ്പോൾ കാരണം ഞാൻ മറന്നു പോകും. അപ്പോൾ ഇത് ബാഗിനകത്തുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങി കഴിയുമ്പോൾ ബാഗിലുള്ളതുകൊണ്ട് നമ്മളെടുത്ത് തലയിൽ കെട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ട് കുഞ്ഞൂസിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ വാങ്ങിച്ചതിൻ്റെ ഒരു ബില്ലിംഗ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം എടുത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ബാഗിൽ ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ടെന്ന്. ഇത് ഞാനിപ്പോൾ പോകുമ്പോൾ എന്തോ വാങ്ങിച്ച ബില്ലാണ്. മെഡിക്കസ്റ്റോറിലാണ് കേട്ടോ. എന്താണ് കുഞ്ഞിന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. കുഞ്ഞിന് സെല്ലാക്കും അവന് സീറോലാക്കിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചതിൻ്റെ ബില്ലാണ്. നെക്സ്റ്റ് എൻ്റെ കയ്യിൽ വന്നത് എൻ്റെ ഒരു വാലറ്റാണ്. ഇതിനകത്ത് ഞാൻ വെക്കാറുള്ളത് പൈസ ഉണ്ടെങ്കിൽ വെക്കും. എന്തിനകത്തുള്ളത് എൻ്റെ കുറച്ച് കാർഡ്സൊക്കെയാണ് കേട്ടോ. അല്ല, എൻ്റെ ID പ്രൂഫാണ്. ID പ്രൂഫ്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, എൻ്റെ 10ാം ക്ലാസ്സിൽ എൻ്റെ ID പ്രൂഫാണ്. 10ാണല്ലോ, 10ാം ക്ലാസ്സിൽ എൻ്റെ അടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ മുടി കണ്ടോ, നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാം മുടി എല്ലാവരും പോയതാണ്. ഇത് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. ഇത് കണ്ടാൽ നിൽക്കാൻ പറ്റും. ഓക്കെ, ഇത് കുഞ്ഞൂസിൻ്റെ കാർഡാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വിജയ ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ കാർഡാണ്, കുഞ്ഞൂസിൻ്റെ കാർഡാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴും കൈ തന്നെ വെച്ചേക്കും കേട്ടോ. പിന്നെ എൻ്റെ വാലറ്റിനകത്ത് വേണ്ടുന്നുണ്ട്. പിന്നുള്ളത് എന്താ, എന്തൊക്കെ പേപ്പറുകൾ എത്തില്ല കേട്ടോ. എന്തോ എനിക്ക് അറിയില്ല. ഇവിടെ കൊച്ചു ഇതുണ്ട്. എന്തെങ്കിലും ഇല്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഷോട്ട് വെച്ചിട്ടുള്ള കാര്യത്തിൽ സാധനങ്ങളൊന്നുമില്ല. കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇല്ല. നന്ദി മാത്രമേ ഇല്ല, സാധനങ്ങളൊന്നുമില്ല. ഒരു വാലറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഡയഗ്രമാം അല്ലെങ്കിൽ മിക്സ് തലവേദന ഉള്ളതുകൊണ്ട് ഇതൊക്കെ എൻ്റെ അതിനകത്ത് കൊണ്ട് നടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഡയഗ്രമാം ഉണ്ട്. അടുത്ത എൻ്റെ കയ്യിൽ എന്താ നോക്കട്ടെ ഗൈസ്, ചോക്ലേറ്റ്. ഇത് കുഞ്ഞൂസിന് ചിലപ്പോൾ ചോദിക്കാൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ, ബസ്സിലൊക്കെ പോകുമ്പോഴും ടൂ വീലറിലൊക്കെ പോകുമ്പോഴും വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ബാഗിൽ ഞാൻ ചോക്ലേറ്റ് എടുത്തിരുന്നതാണ്. അപ്പോൾ ഞാനൊരു പിന്നെ ഇത് എപ്പോഴേ എടുത്തിട്ട് ചോക്ലേറ്റ് ആണ് തന്നെ ഇതൊക്കെ. പിന്നെയുള്ളത് എന്താ, ഗുളിക. ഇത് പാരസെറ്റാമോളൊന്നും ഉണ്ടായിട്ടോ. തലവേദനയ്ക്കൊക്കെ എടുത്തിട്ടേക്കുന്നതാണ്. പിന്നെ അതിനെ കഴിച്ചുകൂടാ, പക്ഷേ തലവേദനയൊക്കെ വരുമ്പോൾ കഴിക്കണ്ടേ, അപ്പോൾ അതിനെ എടുത്തിട്ടേക്കുന്നതാണ്. പിന്നെ എന്താ ഉള്ളത്, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഒരു പേനയുണ്ട്. എന്തെങ്കിലും അത്യാവശ്യത്തിന് എഴുതാലോ. ക്യാപ്പൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു പേനയുണ്ട്. പിന്നെ എല്ലാം ഞാൻ എൻ്റെ ബാഗിൽ എത്തിയിട്ടാണ്. റേഷൻ കാർഡ് ഉണ്ട് കേട്ടോ. റേഷൻ കാർഡ്, ഡയപ്പർ, ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. ബില്ല്, സ്കാർഫ് കുഞ്ഞിൻ്റെ. അടുത്തത് ഇത് കുഞ്ഞിൻ്റെ പാൽ കലക്കി കൊടുക്കുന്നത്. ഇതിനകത്ത് ഇത് ഞാൻ എവിടെയെങ്കിലും ജസ്റ്റ് അടുത്തൊക്കെ ഒന്ന് പോകുമ്പോൾ കടയിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് കുറച്ച് സീറോലാക്ക് എന്ന് പറഞ്ഞ ഒരു പൗഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിർത്തണം. 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ അത് എങ്ങാനും വഴക്ക് ഉണ്ടാക്കിയാലോ എന്ന് പേടിച്ച് ഞാനൊരു കുഞ്ഞ് ഇത് അങ്ങനെ എടുക്കില്ല. എന്നാലും ചോദിക്കുവാണെങ്കിൽ മാത്രം കൊണ്ട് നടക്കുന്ന ഒരു സാധനത്തിനകത്ത് ഒരു ഡപ്പയാണ്. ഇതിനകത്ത് വലിയ ബോക്സ് ഉണ്ട്, ബോട്ടിൽ ഉണ്ടാകും എടുക്കില്ല. ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ട് ഞാൻ ക്യാരി ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ കൂടുതലും എൻ്റെ സാധനങ്ങളല്ല, എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. നെക്സ്റ്റ് അടുത്തത് കോടലിട്ടത്. ഇത് തലവേദനയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി നെക്സ്റ്റ് ഒരു കൊച്ചു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം എൻ്റെ ഒരു കസിൻ എനിക്ക് തന്നാണ് കേട്ടോ. കസിൻ തന്നെയാണ്. ഇത് നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണ്. ഇത് കഴിഞ്ഞ് ഇതിനകത്തൊന്നും ഇല്ല, പക്ഷേ നല്ല മണമാണ് കേട്ടോ. ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് എന്താ പറയുക, എനിക്ക് നല്ല മണത്താൽ നല്ല സുഖം കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു കുഞ്ഞു പെർഫ്യൂമാണ് കേട്ടോ. സാധനം ഇത് എവിടെയും കിട്ടുമോ, നിങ്ങൾക്ക് എവിടെയും അറിയെങ്കിലും പറയാൻ എനിക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ പേരോ കാര്യമൊന്നും എനിക്കറിയില്ല. അവൾക്ക് അവളുടെ ബ്രദർ ചേട്ടൻ ഗൾഫിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് കസിനാണ്. ഓക്കെ, നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുണ്ട്. നെക്സ്റ്റ് ഒരു കുഞ്ഞു കണ്ണാടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇതൊക്കെ എപ്പോഴും ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. കുഞ്ഞു കണ്ണാടിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടൊന്നും അല്ല. അപ്പോൾ എപ്പോഴും എൻ്റെ ബാഗിനകത്ത് കിടന്ന് ഇതൊക്കെ മൊത്തം പന്നലൊക്കെ ആയിരിക്കും കേട്ടോ. ഫുള്ള് മതിയായിട്ടിരിക്കും. അത് എപ്പോഴും കിടക്കുന്നതാണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് എന്താ ഉള്ളത്? റബ്ബർ ബാൻഡ്. അടുത്തത് വീണ്ടും ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ് പേന ഞാൻ കാണിച്ചല്ലോ, ടൈഗർ ബം. നെക്സ്റ്റ് ക്ലിപ്പ് ഉണ്ട് കേട്ടോ, ക്ലിപ്പുണ്ട്, 2 ക്ലിപ്പ് തല കെട്ടാൻ അറിയാം, ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. കുറേ ആർട്ട് സാധനങ്ങളാണ് ഫുൾ ഇതിനകത്തുള്ളത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ കുറേ പേപ്പർ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ടിഷ്യൂ പേപ്പർ എവിടെ നിന്നോ കിട്ടിയതാണ്. ഇതെന്താ? ഒരു ഗ്യാരണ്ടി പേപ്പറാണ്. എന്തോ അയൺ ബോക്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഗ്യാരണ്ടി പേപ്പർ. അടുത്തത് കുഞ്ഞിൻ്റെ മരുന്നിൻ്റെ എന്തോ എഴുതി തന്നത് മറക്കാതിരിക്കാൻ അത് പീസ് കണ്ടിച്ചിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞിൻ്റെയാണ്. കുഞ്ഞിൻ്റെ മരുന്നിൻ്റെ എഴുതി തന്നെ ഡോക്ടർ എഴുതി തന്നെ പ്രിസ്ക്രിപ്ഷൻ എല്ലാം അവൻ്റെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. എവിടെയോ പോയപ്പോഴുള്ള ഒരു ബില്ല്. ഞാൻ ഈ ബാഗ് നിർത്തിയാകാനൊന്നുമില്ല, ഇതിന് കിടക്കും കുറേ സാധനങ്ങൾ. ഇതാണ് ബില്ല്. നെക്സ്റ്റ് ഇനി ഒന്നുമില്ല, കേസ് തീർന്നു. ഒരു സേഫ്റ്റി പിന്നുണ്ട്, പിന്നെ വീണ്ടും റബ്ബർ ബാൻഡ് ഉണ്ട്, റബ്ബർ ബാൻഡ്. പിന്നെ ഉള്ളത് ഇത് കുഞ്ഞിൻ്റെ ഫീഡിംഗ് ബോട്ടിൻ്റെ അടപ്പാണ്, പാൽ കളയാതിരിക്കാനുള്ള അടപ്പ്. ഓക്കെ, പിന്നെ ഇത് ഒരു ലിപ്സ്റ്റിക്കാണ്, ജസ്റ്റേബിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഒരു 50 രൂപയുണ്ട്. ലിപ്സ്റ്റിക്ക് എന്താ വില? പിന്നെ കുഞ്ഞിൻ്റെ മരുന്ന് ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ബാഗിൽ എടുത്തിട്ടേക്കുന്നതാണ്. എവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ആവശ്യം വന്നാലും മേടിച്ച് എടുത്തിട്ടേക്കുന്നതാണ് കുഞ്ഞിൻ്റെ മരുന്ന്. പിന്നെ അത് കുഞ്ഞിൻ്റെ കണ്ണശി, ഹിമാലയയുടെ കുഞ്ഞിൻ്റെ കണ്ണശിയാണ് കേട്ടോ. ഇതൊരു ലിബാമാണ്. ഇത് സ്റ്റുഡിയോ പേപ്പർ കിട്ടിയ ഒരു ലിബാമാണ്. വാനില ലിബാമാണ്. ഇതാണ് കളറൊന്നുമില്ല കേട്ടോ, കളറൊന്നുമില്ല, പക്ഷെ നല്ല ലിബാമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാനിലയുടെ ഫ്ലേവറാണ്, എന്താ കളറൊന്നുമില്ല. ഓക്കെ, നല്ലൊരു ലിബാമാണ്. സ്റ്റുഡിയോ കിട്ടിയതാണ് കേട്ടോ, പർച്ചേസ് ചെയ്തപ്പോൾ ഫ്രീ കിട്ടിയതാണ് തോന്നുന്നു ലിബാം. അത്രയുള്ള ഗൈസ്, തീർന്നു. എൻ്റെ ബാഗിൽ ഇനി ഒന്നും ഇല്ലതാ, കുഞ്ഞിൻ്റെ മരുന്നുണ്ട്, അതിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ബാഗിൻ്റെ അകത്ത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ ഇനി വരാനുള്ളത് മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ അതിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്, കാണിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ചാർജർ വെക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഫീഡിംഗ് ബോട്ടിൽ, അത് ഞാൻ ഓൾറെഡി അന്ന് പാൽ കൊടുക്കാൻ വേണ്ടി എടുത്തായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടില്ല. ഇത്രയ്ക്കുള്ളൂ എൻ്റെ ബാഗിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.